എന്താടാ ആലോചിക്കുന്നേ? നിനക്കിഷ്ടമല്ലേ? നിന്റെ ഇഷ്ടം എന്തായാലും അത് തന്നെയല്ലേടാ എന്റെ ഇഷ്ടം. ശരി, ഞാൻ ഇറങ്ങട്ടെ. മധു, എന്താ ആ DCP-യുമായുള്ള വിവാഹം മുടങ്ങിയതിൽ അച്ഛൻ ഒരുപാട് വിഷമമുണ്ട്. മോൾക്കും അതിൽ വിഷമമില്ലേ? എന്താ നീ മിണ്ടാത്തത്? എന്താ ഇല്ലേ? എങ്കിൽ ഇനി വിഷമിക്കണ്ട. നിശ്ചയിച്ച സമയത്ത് തന്നെ നിന്റെ കല്യാണം നടക്കും. പയ്യൻ വേറെ ആരുമല്ല, എന്റെ സുഹൃത്ത് സോമരാജന്റെ മകൻ വേണു. ആ DCP-യെക്കാളും വലിയ കാശുകാരനാ. കാര്യമായിട്ട് വലിയ പഠിത്തമൊന്നുമില്ലെന്നേ ഉള്ളൂ. എന്താ മോളെ? ഇപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ വീണ്ടും കല്യാണമൊക്കെ? ആഹാ, അതുകൊണ്ടൊന്നും അല്ല മോളെ. 10-ാം തീയതി നിന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ? നാട്ടുകാരോടെല്ലാം പറയുകയും ചെയ്തു. ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛന്റെ അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുപോലെ എന്റെ പഠിത്തവും നിന്ന് പോകില്ലേ അച്ഛ? എന്താ ഇത്രയൊക്കെ പഠിച്ചത് പോരെ? അവനും വലിയ പഠിപ്പൊന്നുമില്ലല്ലോ. ആദ്യം അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇല്ല അച്ഛ, ഞാനിതിനൊരിക്കലും സമ്മതിക്കില്ല. അഹങ്കാരി! സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഈ കല്യാണം നടക്കും. എന്നെ നോക്കി കുറയ്ക്കുന്നു. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. എന്റെ മകളെ നീ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതേ മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കല്യാണം ഞാൻ നടത്താൻ പോവാ. ഫസ്റ്റ് കാർഡ് അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. അതിൽ കല്യാണ മണ്ഡപത്തിന്റെ പേരും സമയവുമുണ്ട്. ആ സമയത്ത് നീ അതിന്റെ ചുറ്റുവട്ടത്ത് പോലും വന്നു പോകരുത്. വണ്ടി എടുക്കടാ. നിന്നെ വിളിക്കുന്നു. ഡാൻസ് ചെയ്യാന്ന് പോയി പറയടാ. ആരാ നോക്ക്? സാറിന് എപ്പോഴാ വന്നേ? ഒരു മിസ് കോൾ വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു സാർ. ഇത് നോക്ക്. ഹായ്, നല്ല അടിപൊളി കാർഡ്. വേണു വേർഡ്സ് മധുമതി. ഈ കല്യാണത്തിന് ഞങ്ങൾ പിസ്സ സപ്ലൈ ചെയ്യണോ സാർ? ശരിക്കും നോക്ക്. ശരിക്കും നോക്കിയ വേണു വേർഡ്സ് മധുമതി. എന്റെ ലവ് മധു മതി. നീ അറിഞ്ഞില്ല? അറിഞ്ഞില്ല സാർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യാനാ സാർ? പിസ്സക്കാരൻ. സാർ എന്തെങ്കിലും ചെയ്. ശരി വാ. ഇത് വലിയ കുരിശായല്ലോ. എങ്ങോട്ടാണ്? എങ്ങോട്ടാന്ന് ആർക്കറിയാം. പോയിട്ട് വരട്ടെ. ഒന്നും വിടാതെ പൊടി. സെന്റി എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ നോക്കുമ്പോഴാ. ചേച്ചി, അയാൾ വിളിക്കുന്നു. ഹായ് മധു. ഇയാളെന്താ ഇവിടെ? സാർ ഇവിടെ? ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? വാ പറയാം. കമോൺ. സത്യം പറഞ്ഞേക്ക്. എങ്ങനെ പറയുന്നതാ നല്ലത്. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ. പറ. അതായത് വൺ സെക്കൻഡ്. യെസ് സാർ, സാർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി. അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. അവൻ പറഞ്ഞാലേ കള്ളമാണ് സാർ. അവൻ കള്ളം പറഞ്ഞതാണെന്നോ? അവനെ എൻകൗണ്ടർ ചെയ്യും. അവനെ കൊല്ല്. ഇരിക്കാൻ പാടില്ല. I want him dead. No explanation. I want him dead. Dead. Sorry. I'm sorry. My beautiful roses, I am very sorry. മൂട് പോയി. എന്നോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം വരും എനിക്ക്. ഒരു തവണ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ 5 പേരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിട്ടുള്ളത്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ബണ്ണി, നീ എന്താ പറഞ്ഞോണ്ടിരുന്നത്?
എനിക്കറിയില്ല സാർ. വാട്ട്? എനിക്കറിയില്ല സാർ. Let's go. Let's go. Very good. Let's go. സാർ, ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആയി. യെസ് സാർ. സാർ, എന്തിനാ സാർ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നത്? ഇന്ന് നിങ്ങളുടെ കല്യാണം. സാർ, ഇത് ശരിയാവില്ല സാർ. എന്ത്? സാർ, ഇപ്പൊ ഇത് ശരിയാവില്ല സാർ. ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ബണ്ണി, ഇപ്പൊ മധുവിനെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവിടെ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു ഒപ്പിട്ടാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇതിന് സമ്മതിക്കില്ല. എന്ത്? ഇവരെ ഞാൻ തമ്മിൽ അത് സ്റ്റോപ്പ്. ഞാൻ സംസാരിച്ചോളാം. ആവശ്യമില്ലാതെ DCP സാറിനെ ടെൻഷൻ ഉണ്ടാക്കരുത്. സാർ, ഒരു 10 മിനിറ്റ് സമയം തരണം സാർ. ലൈഫ് മാറ്റർ അല്ലേ സാർ? പ്ലീസ് സാർ. ഗോ. ഇങ്ങ് വാ. വിടടാ. മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും. ഏയ്, നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഒപ്പിടാന്ന് വെച്ചാ കല്യാണം? അത് നിന്നെ പോലെ ഒരു പോക്കിരിയായിട്ട്. ആരടി പോക്കരി? ശരി മധു, ആ DCPയോട് ഞാൻ തന്നെ ജീവനത്തിൽ സ്നേഹിക്കാണെന്ന് ഓവറാക്ട് ചെയ്തിട്ടേക്കാ വിശ്വസിപ്പിച്ചത്. ഇപ്പൊ അതൊക്കെ കള്ളായിരുന്നു പറഞ്ഞാൽ അയാൾ എന്നെ കൊന്നുകളയും. പ്ലീസ് മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീ എന്റെ മുഖം പോലും കാണില്ല. പ്ലീസ് മധു, തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം. പ്ലീസ്. ഞാൻ ഒപ്പിടില്ല. അതിനേക്കാളും ചാവുന്നതാ നല്ലത്. ഏയ്, എന്തിനാണ് നീ എപ്പോഴും ചത്തുകളയും എന്ന് പറയുന്നത്? അത് നിന്റെ അടവല്ലേ? DCPയോട് നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയേണ്ടി വന്ന ഇതേ കാരണം കൊണ്ടല്ലേ? അത് നിന്റെ തെറ്റാണ്. അതേടി, അതെന്റെ തെറ്റ് തന്നെയാ. അയാളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ എന്റെ മുമ്പിൽ ഒരേ കരച്ചിലായിരുന്നല്ലോ. അത് കണ്ടില്ലെന്ന് അടിച്ചിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താകുമായിരുന്നു? അതെ, ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ നശിച്ചു പോകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാ. അത് തന്നെയാ ഞാൻ ചെയ്ത തെറ്റും. വെറും ഒരു കയ്യൊപ്പ്. എന്തിനാ അതിനെ വെറുതെ കല്യാണം എന്നൊക്കെ വിചാരിക്കുന്നത്? നാളെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പോടി ഇട്ട് ഡൈവോഴ്സും ആവും. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പ്ലീസ് മധു, ആലോചിച്ച് നോക്ക്. നീ എന്ത് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല. ഏയ്, അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം, ലക്ഷ്യം, മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? ഇല്ലെങ്കിൽ പോയി നിന്റെ അച്ഛൻ പറഞ്ഞ കല്യാണം കഴിക്കും. നീ അവിടെ ജീവച്ചവാടിരിക്കുമ്പോ എന്നെ DCP ഇടിച്ചു കൊന്ന് ശവമാക്കട്ടെ. ആർക്കും ഉപകാരമില്ല. നമ്മൾ രണ്ടുപേരും തീരട്ടെ. നോക്ക് മധു, ഇപ്പൊ താനവിടെ ഒപ്പിടാതെ പോയാ അവിടെ തന്നെ അച്ഛൻ നിശ്ചയിച്ച കല്യാണം നടക്കും. അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ, അതോ ഈ ആരും അറിയാത്തുള്ള കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കേ. നിനക്ക് എന്തും തീരുമാനിക്കാം. ഒരു വർഷത്തെ കഷ്ടപ്പാടും കൂടെ അല്ലേ ഉള്ളൂ മോളെ. നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം, ലക്ഷ്യം, മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ, അതോ ഈ ആരും അറിയാതെയുള്ള കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും. ഞാൻ ഒപ്പിടാം. Congratulations. All the best. Thank you. Wish you a happy married life. Thank you. Come, let's go. ഇവരാരാ സാർ? സാറിന്റെ ഫ്രണ്ട്സാ? എടാ DCP, നീ പോലീസുകാരനോ അതോ കല്യാണ ബ്രോക്കറോ? നോക്കി നിൽക്കാതെ പോയി അവളെ പിടിച്ചിറക്കിക്കൊണ്ടു. മധു അരമണിക്കൂർ മുമ്പ് വരെ തന്റെ മോളായിരുന്നു. ഇപ്പൊ ഇവന്റെ ഭാര്യയാ. ഒറ്റ ഒരുത്തം മുമ്പോട്ട് വന്നാൽ പുകച്ചു കളയും. മധുവിന്റെ കൈ പിടിക്ക്. സാർ, പിടിക്ക്.